ഇബ്നു ജദ്ആൻ രക്ഷപ്പെടുകയില്ല. ലിഅന്നഹു ലം യഖുൽ യൗമൻ റബ്ബിഗ്ഫിർ ലീ ഖതീഅതി യൗമദ്ദീൻ. പരലോകത്തയാൾക്ക് വിശ്വാസമില്ല. ഈമാന മനുഷ്യനുണ്ടെങ്കിൽ ഈ സുഹൃതങ്ങൾക്ക് എന്തൊരു സൗകുമാര്യത വരും, എന്തൊരു സൗന്ദര്യം വരും. സഹോദരങ്ങളെ, 10 പേർക്കൊരു ദിവസം ഭക്ഷണം കൊടുക്കുന്ന പോട്ടെ, ഒരൊറ്റാക്ക് ഭക്ഷണം കൊടുത്താൽ തന്നെ സ്വർഗത്തിലേക്കുള്ള വഴിയല്ലേ. ഇത് ഒരു ദിവസം കൊടുക്കുന്നത് 1000 പേർക്കല്ലേ. 100 ദിവസമാകുമ്പോ ലക്ഷമല്ലേ. എത്ര ലക്ഷങ്ങൾ എത്ര കോടികളാ മാറി മറിഞ്ഞത്. പക്ഷേ പരലോകത്ത് വിശ്വാസമില്ലാത്തത് കൊണ്ട് ആ അമലുകളൊക്കെ വെറുതെയായിപ്പോയി. അതുകൊണ്ട് ഞാൻ എന്താ പറയുന്ന പോയിന്റ് എന്ന് തിരിച്ചറിയണം. അള്ളാഹുവിൽ ശരിക്ക് വിശ്വാസമല്ല, അള്ളാഹിന്റെ റസൂലിൽ ശരിക്ക് ശരിക്ക് ശ്രദ്ധിച്ചോളി. അള്ളാഹിന്റെ റസൂലിൽ ശരിക്ക് വിശ്വാസമല്ല, അള്ളാഹുവിന്റെ ഖുർആന് ശരിക്ക് വിശ്വാസമല്ല. പാതി വിശ്വാസമായി, കാൽ വിശ്വാസമായിട്ട് ഇങ്ങനെ പതുക്കങ്ങനെ ഒരു നാമമാത്ര മുസ്ലിമായിട്ട് ഇങ്ങനെ നടക്കുന്നില്ലേ. ആഖിറത്തിൽ ഫലം കിട്ടൂല. പരലോകത്ത് ശരിക്ക് ഫലം കിട്ടണോ? ദുനിയാവിൽ അള്ളാഹു റഹ്മാനായത് കൊണ്ട് ഒരു ഈമാനില്ലെങ്കിലും ഒരു പക്ഷേ തന്നേക്കും. ആഖിറത്തിൽ നിനക്ക് വിജയിക്കണോ? യഥാർത്ഥ വിജയം അതല്ലേ. ആ വിജയം കിട്ടണമെങ്കിൽ ശരിയായ ഈമാന് കൂടിയേ തീരൂ, അല്ലെങ്കിൽ നടക്കൂല. നഷ്ടായി പോകൂലേ സഹോദരങ്ങളെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ നോക്ക്, സ്വഹാബത്തിന്റെ കൂട്ടത്തില്, ഞാനത് വിശദീകരിച്ചാൽ കുറെ പോകും. സ്വഹാബത്തിന്റെ കൂട്ടത്തില് ഹമാമത്തുൽ മസ്ജിദ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഹമാമത്തുൽ മസ്ജിദ് എന്ന പള്ളിയിലെ മാടപ്രാവ്, പള്ളിയിലെ മാടപ്രാവ് എന്നാണ് സ്വഹാബത്തൊക്കെ വിളിച്ചിരുന്നത്. എപ്പോ വന്നാലും ആരും പള്ളിയിലെങ്കിലും ഉപ്പരുണ്ടാവും, ആ സ്വഹാബി ഉണ്ടാവും. അങ്ങനെ സ്വഹാബത്തിട്ട പേരാണ് ഹമാമത്തുൽ മസ്ജിദ്. ആരാണതാള്? സാലബ എന്നു പേരുള്ള പഴയകാലത്ത് പള്ളിയിലൊക്കെ നല്ല സജീവമായിട്ട് അമലൊക്കെ തിളങ്ങിയിരുന്ന ആളായിരുന്നു സാലബത്ത് ബിനു അബി ഹാത്തിബ്. എന്താ സാലബക്ക് പറ്റിയത്? സാലബ എന്നുള്ള പേര് വേറെ സ്വഹാബിമാരുണ്ട് കേട്ടോ, തെറ്റിദ്ധരിക്കുന്നത്. സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വേറെ സ്വഹാബി ഉണ്ട്, കുറെ സ്വഹാബിമാരുണ്ട്. സാലബത്ത് ബിൻ അബീ ബൽതാത്തിന് എന്താ പറ്റിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ എനിക്ക് സമ്പത്ത് വേണം, തങ്ങൾ അതിന് ദ്വാരക്കണം, സമ്പത്ത് വേണം. അപ്പൊ സാലബന്റെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ വായിക്കാൻ അറിയുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാലബ ഖലീലുൻ തുഅദ്ദി ശുക്റുഹു ഖൈറും മിൻ കതീരിൻ ലാ തുഅദ്ദാ ശുക്റുഹു.